തമിഴ്നാട് കേരളം പോലെ തന്നെ ബി.ജെ.പിക്ക് കിട്ടാക്കനിയായ ഒരു സംസ്ഥാനമാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് വരെ ഒരു എം.പിയെ വിജയിപ്പിക്കാൻ സാധിച്ച ബി.ജെ.പിക്ക് പക്ഷേ തമിഴ്നാട്ടിൽ കാലിടറി. പ്രതിപക്ഷ നിരയിലെ ഏറ്റവും ശക്തരായ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന DMK ചിറക് വിരിച്ചു നിൽക്കുന്ന തമിഴ്നാട്ടിൽ ബി.ജെ.പിക്ക് ക്ലച്ച് പിടിക്കണമെങ്കിൽ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിയ മാർജിനിൽ ഭരണം പിടിച്ച ബി.ജെ.പിക്ക് അന്ന് മുതൽക്കേ നോട്ടമിട്ട പാർട്ടിയാണ് DMK. DMKയെ കൂടെ നിർത്തിയാൽ തുടർച്ചയായ വർഷങ്ങളിൽ അധികാര കസേരയിൽ ഇരിക്കാൻ സാധിക്കുമെന്ന് ബി.ജെ.പി ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ തലപൊക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ അത് മുതലെടുത്ത് DMKയെ NDA ക്യാമ്പിൽ എത്തിക്കുവാനുള്ള നീക്കം ഊർജിതമാക്കിയിരിക്കുകയാണ് ബി.ജെ.പി. പ്രത്യേകിച്ച് TDP, JDU പാർട്ടികൾ അവസരം മുതലെടുത്ത് ആനുകൂല്യങ്ങൾ കൈപ്പറ്റി ബി.ജെ.പിയെ പൂട്ടാൻ ഉറച്ചു നിൽക്കുമ്പോൾ DMKയെ എത്തിച്ച് സഖ്യകക്ഷികളെ പേടിപ്പിക്കുകയാണ് ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ട് DMKയെ NDA ക്യാമ്പിൽ എത്തിക്കാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. DMK ഖജാൻജിയും MP-യുമായ TR ബാലുവാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. NDAയിൽ DMKയെ എത്തിക്കണമെന്ന ചിന്തയിൽ നരേന്ദ്രമോദി പാർട്ടിയെ ക്ഷണിച്ചുവെന്നാണ് TR ബാലു പറയുന്നത്. NDAയിൽ ചേർന്നാൽ തമിഴ്നാടിന് കേന്ദ്രവിഹിതം കിട്ടുന്നത് എളുപ്പമാകുമെന്ന് നരേന്ദ്രമോദി സൂചിപ്പിച്ചുവെന്നും TR ബാലു പറയുന്നു. എന്നാൽ ഹിന്ദി അറിയാത്ത ബാലു പ്രധാനമന്ത്രി പറഞ്ഞത് തെറ്റിദ്ധരിച്ചതാവുമെന്നാണ് തമിഴ്നാട് ബി.ജെ.പി പരിഹസിച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ തമിഴ്നാടിന് കിട്ടേണ്ട വിഹിതം കേന്ദ്ര സർക്കാർ മറ്റു സംസ്ഥാനങ്ങൾക്ക് വകമാറ്റി നൽകിയതായി മുഖ്യമന്ത്രി MK സ്റ്റാലിനും കുറ്റപ്പെടുത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ബാലുവിന്റെ വെളിപ്പെടുത്തൽ. തമിഴ്നാടിന് കേന്ദ്ര ഫണ്ട് കിട്ടണമെങ്കിൽ DMK BJP സഖ്യത്തിൽ ചേരണമെന്ന് മോദി തന്നോട് പറഞ്ഞിരുന്നതായി കഴിഞ്ഞ ദിവസം കാഞ്ചീപുരത്ത് പാർട്ടി പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് ബാലു വെളിപ്പെടുത്തിയത്. തേൻ പുരട്ടിയ വിഷമെന്നാണ് നരേന്ദ്രമോദിയുടെ വാക്കുകളെ ബാലു വിശേഷിപ്പിച്ചത്. ഇത്തരം ചതിക്കുഴികളിൽ വീണുപോകരുത് എന്ന മുൻകരുതലും DMK അണികൾക്ക് നേതാക്കന്മാർ നൽകുന്നുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നല്ല ബന്ധം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതെന്നും ബാലു അത് തെറ്റിദ്ധരിച്ചതാണെന്നും തമിഴ്നാട് BJP ഉപാധ്യക്ഷൻ നാരായൺ തിരുപ്പതിയും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ചെന്നൈ മെട്രോ 2ാം ഘട്ടത്തിന് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചത് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ്. ബി.ജെ.പിയുടെ ഈ പെട്ടെന്നുള്ള നീക്കത്തിന് പിന്നിൽ വല്ലാത്തൊരു രാഷ്ട്രീയ തന്ത്രം മറഞ്ഞു നിൽക്കുന്നുവെന്ന് വളരെ വ്യക്തമാണ്. NDA സഖ്യത്തിൽ വല്ലാത്ത സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കുന്ന ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്കും നിതീഷ് കുമാറിന്റെ JDUവിനുമുള്ള താക്കീതാണ് ഈ നീക്കം. നിങ്ങൾ പോയാലും ഭരിക്കാൻ ഞങ്ങൾക്ക് വേറെ ആളെ കിട്ടാൻ പ്രശ്നമുണ്ടാവില്ലെന്ന് കാണിക്കാനുള്ള BJP ചാണക്യന്മാരുടെ തന്ത്രമാണ് പെട്ടെന്നുള്ള DMK സൗഹാർദ്ദം എന്നതാണ് വാസ്തവം. BJPയും DMKയുമായുള്ള പിരിമുറുക്കം ലഘൂകരിക്കുക മാത്രമല്ല, ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളുമായി ഒരു ഉടമ്പടികൾക്ക് തങ്ങൾക്ക് മടിയില്ലെന്നും ഓപ്പറേഷൻ താമരയ്ക്കൊപ്പം മറ്റൊരു സന്ധി സംഭാഷണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ മടിയില്ല എന്നതിൻ്റെയും സൂചന നൽകിയാണ് BJP ക്യാമ്പ് മുന്നോട്ട് നീങ്ങുന്നത്. സീറ്റുകളിലെ കണക്കുകൾ തന്നെ വീണ്ടും ഇവിടെ ചർച്ചയാവുകയാണ്. 272 സീറ്റാണ് രാജ്യത്ത് ഭരിക്കാൻ ഒരു പാർട്ടിക്കോ മുന്നണിക്കോ വേണ്ട കേവല ഭൂരിപക്ഷം. കഴിഞ്ഞ കുറി ഒറ്റയ്ക്ക് 303 സീറ്റ് ഉണ്ടായിരുന്ന BJPക്ക് ഇക്കുറി 240 സീറ്റേ കിട്ടിയുള്ളൂ. ചെറിയ പാർട്ടികൾക്കും സ്വതന്ത്രർക്കും അപ്പുറം 16 സീറ്റുള്ള TDPയുടെയും 12 സീറ്റുള്ള JDUവിന്റെയും പിന്തുണയിലാണ് കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. ഇവർ കൈവിട്ടാൽ സർക്കാർ വീഴും. ഈ സാഹചര്യത്തിലാണ് 22 സീറ്റുകളുള്ള DMKയെ കയ്യിലെടുത്ത് ഇരുവരുടെയും സമ്മർദ്ദ തന്ത്രത്തിൽ വെള്ളം കോരിയെടുക്കാനുള്ള BJP ശ്രമങ്ങൾ നടക്കുന്നത്.